നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥാ. ആമേൻ ആമേൻ ദൈവപുത്രാ. ആമേൻ ആമേൻ സർവശക്താ നിത്യപിതാവേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 15-ാം വചനം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായവനെ അങ്ങ് സത്യമായിട്ടും മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായവനെ അങ്ങ് സത്യമായിട്ടും മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. ഈ തിരുവോസ്തിയിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് മഹത്വപൂർണനായിട്ട് മറഞ്ഞിരിക്കുന്നു. നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ, നമ്മുടെ വേദനകൾ ഒപ്പിയെടുക്കുവാൻ, നമ്മുടെ രോഗങ്ങൾ സൗഖ്യമാക്കുവാൻ, കടബാധ്യതകൾ ഏറ്റെടുക്കുവാൻ, നമ്മുടെ കണ്ണുനീര് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ മക്കളെയും തലമുറകളെയും അനുഗ്രഹിക്കുവാൻ യേശു മഹത്വപൂർണനായി ഈ തിരുവോസ്തിയിലുണ്ട്. വലിയ വിശ്വാസത്തോടെ രണ്ട് കരങ്ങൾ ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടെ കർത്താവിൽ നിന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തില് 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തില് നാം ഇങ്ങനെ വായിക്കുന്നു. 46 മുതൽ 54 വരെയുള്ള വചനങ്ങളിലാണ് ആ ഭാഗം കാണുന്നത്. ഒരു രാജസേവകൻ യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. വന്നിട്ട് പറയുന്നു, എൻ്റെ മകൻ മരിക്കാറായി കിടക്കുകയാണ്. എൻ്റെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തുവാൻ അങ്ങ് എൻ്റെ ഭവനത്തിലേക്ക് വരണം. അപ്പോൾ യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ലല്ലോ. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ലല്ലോ. ആ രാജസേവകൻ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. രാജസേവകൻ പറയുക, എൻ്റെ കുഞ്ഞ് മരിക്കും മുമ്പ് അങ്ങ് വന്ന് എൻ്റെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തണം. യേശു പറയുന്നു ഒരു വചനം, യോഹന്നാൻ 4:50, നീ പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. നീ പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. നീ പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. കർത്താവ് ഉറപ്പേറിയൊരു വാക്കൊടുക്കുക, നീ പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. അതിന്റെ തുടർച്ച ഇങ്ങനെ പറയുന്നു, വചനം വിശ്വസിച്ചുകൊണ്ട് രാജസേവകൻ പോയി. എല്ലാവരും കരമുയർത്തിപ്പിടിച്ച് പറഞ്ഞേ, വചനം വിശ്വസിച്ചുകൊണ്ട്. വചനം വിശ്വസിച്ചുകൊണ്ട് രാജസേവകൻ പോയി. രാജസേവകൻ പോയി. രാജസേവകൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഇതാ രാജസേവകന്റെ വീട്ടിൽ നിന്ന് കുറെ പേര് വരുന്നു. രാജസേവകൻ ആദ്യം ഒരു പക്ഷേ മനസ്സിലൊന്ന് പരിഭ്രമിച്ചായിരിക്കാം. ചോദിച്ചു, എന്താണ്? അവർ പറഞ്ഞു, ഇതാ നിന്റെ മകൻ മരിക്കാറായി കിടന്ന നിന്റെ കുഞ്ഞ് സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. നിന്റെ കുഞ്ഞിന് അത്ഭുത സൗഖ്യം കിട്ടി. രാജസേവകൻ വിസ്മയനായിട്ട് ചോദിക്കുകയാണ്, വിസ്മയഭരിതനായിട്ട് ചോദിക്കുകയാണ്, എപ്പോഴാണ് കുഞ്ഞ് എണീറ്റത്? അവർ പറഞ്ഞു, 7-ാം മണിക്കൂറിൽ. ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞു, 7-ാം മണിക്കൂറിലാണ് യേശു പറഞ്ഞത്, നീ പൊയ്ക്കൊള്ളുക, നിന്റെ കുഞ്ഞ് ജീവിക്കും. എല്ലാവരും ഉച്ചത്തിൽ നിന്ന് പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നീ പൊയ്ക്കൊള്ളുക, നിന്റെ കുഞ്ഞ് ജീവിക്കും, നിന്റെ കുഞ്ഞ് ജീവിക്കും. ഇന്ന് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും കർത്താവ് ശക്തമായൊരു സന്ദേശം തരാനുണ്ട്. നീ പൊയ്ക്കൊള്ളുക, നിന്റെ കടബാധ്യത ഞാൻ ഏറ്റെടുക്കും. നീ പൊയ്ക്കൊള്ളുക, നിന്റെ മക്കൾക്ക് ഞാൻ ജോലി കൊടുക്കും.
നീ പൊയ്ക്കൊള്ളുക, നിനക്ക് ഞാൻ കുഞ്ഞുങ്ങളെ തന്നനുഗ്രഹിക്കും. നീ പൊയ്ക്കൊള്ളുക, നിന്റെ മക്കളുടെ സകല കാര്യങ്ങൾ ഞാൻ ഏറ്റെടുക്കും. നീ പൊയ്ക്കൊള്ളുക, നിന്റെ രോഗത്തെ ഞാൻ സൗഖ്യമാക്കും. ഇവിടെയുള്ള ഓരോ വ്യക്തികൾക്കും കർത്താവ് വചനത്തിൽ വലിയ ഒരു വാഗ്ദാനം തരാൻ പോകുക. കർത്താവ് മുറിവേറ്റ കരം നിങ്ങളുടെ മേൽ വെക്കാൻ പോകുക. രണ്ട് കരമുയർത്തി വെടിക്കെട്ടിന്റെ സ്വരത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന 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 യേശുവേ യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ യേശുവേ 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 ആരാധന 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 ഹല്ലേലൂയ യേശുവേ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 ഹല്ലേലൂയ. നീ പൊയ്ക്കൊള്ളുക, നിന്റെ സകല പ്രാർത്ഥനയ്ക്കും ഇന്ന് ഞാൻ മറുപടി നൽകും. അന്ന് രാജസേവകനെ അനുഗ്രഹിച്ച കർത്താവ് ഈ തിരുവോസ്തിലുണ്ട്. നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചേ കർത്താവ് ഇവിടുന്ന് വിടത്തുള്ളൂ. കരങ്ങളൊന്ന് കുപ്പിപ്പിടിക്കാമോ? നിങ്ങളുടെ രോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ ഭവനത്തിൽ രോഗികളുണ്ടെങ്കിൽ അവരെയൊക്കെ കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിച്ച്, മാനസിക രോഗങ്ങളുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് മാനസിക രോഗികളുടെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിച്ച്, ക്യാൻസർ രോഗികൾ, എയ്ഡ്സ് രോഗികൾ, തളർന്നു കിടക്കുന്നവർ, ഷുഗർ രോഗികൾ, ഹൃദയ സംബന്ധമായ രോഗം, നട്ടെല്ല് സംബന്ധമായ രോഗം, ഹാർട്ടിന്റെ രോഗങ്ങൾ ഒക്കെ സമർപ്പിക്കാം. ശ്വാസകോശത്തിൽ ക്യാൻസർ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, കാലുകൾക്ക് ബലമില്ല, വർഷങ്ങൾ പഴക്കമുള്ള മൈഗ്രെയിൻ, കഴുത്തിന്റെ വേദന, നട്ടെല്ലിന്റെ അകൽച്ച, ഡിസ്കിന്റെ തേയ്മാനം, കൈകാലുകൾ ബലം നഷ്ടപ്പെട്ടു പോയി, കൈകൾ ഉയർത്താൻ പറ്റുന്നില്ല, കടബാധ്യത, മക്കളില്ല, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, സ്വന്തമായിട്ട് ഭവനമില്ല, വസ്തു വിൽക്കണം, എല്ലാം ഈശോയോട് പറഞ്ഞുകൊള്ളുക. എന്തൊക്കെ ആവശ്യമുണ്ടോ എല്ലാം യേശുവിനോട് പറയട്ടെ. നിങ്ങളുടെ സങ്കടമെല്ലാം യേശുവിനോട് പറഞ്ഞേ, ആവശ്യമുള്ളതെല്ലാം അവിടുത്തോട് ചോദിച്ചേ. പ്രാർത്ഥിക്കുന്നതും യാചിക്കുന്നതും എന്ത് തരുമെന്ന് അവിടുന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തോടെ ചോദിക്കട്ടെ. കർത്താവേ, എന്നെ ഏറ്റെടുക്കണം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണം, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം. കർത്താവേ, എൻ്റെ കുടുംബത്തിൽ സമാധാനം തരണം. എൻ്റെ ജീവിത പങ്കാളി മദ്യപാനിയ, എൻ്റെ മകൻ മദ്യപാനിയ, അതിൽ നിന്ന് വിടുവിക്കണം. മയക്കുമരുന്നിൻ്റെ അടിമയ മോചിപ്പിക്കണം. വേണ്ടതെല്ലാം ചോദിച്ചോ. എല്ലാ കണ്ണുനീരും കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിക്കട്ടെ. രോഗികളായ കുഞ്ഞുങ്ങളെ കൊടുത്തേ. ആസ്മ രോഗം, അലർജി രോഗം, അൾസർ രോഗം കർത്താവിന് സമർപ്പിക്കട്ടെ. കാൽമുട്ടുകളുടെ തേയ്മാനം, നട്ടല് തേയ്മാനം, ഷോൾഡർ തേയ്മാനം, സന്ധിവാദമൊക്കെ കർത്താവിന് കൊടുത്തു പ്രാർത്ഥിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, രോഗങ്ങൾ സമർപ്പിച്ചവർ, നിങ്ങളുടെ ശരീരത്തിൽ പല രോഗങ്ങളുണ്ടാവാം, എങ്കിലും ശരീരത്തിൽ രോഗമുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങളുടെ വലത് കരം വെച്ചുകൊള്ളുക. മക്കളില്ലാത്ത സഹോദരിമാർ മാത്രം രണ്ട് കൈകളും അവിടെ വയറെ വെക്കുക. മക്കളില്ലാത്ത സഹോദരിമാർ ഗർഭപാത്രം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കവുണ്ട് കുറവുള്ളവർ നെഞ്ചിലേക്ക് കൈവച്ച് കർത്താവിനോട് പറയണം, കർത്താവേ, എൻ്റെ കവുണ്ട് വർദ്ധിപ്പിച്ച് എനിക്കൊരു കുഞ്ഞിനെ തരണം. ശ്വാസകോശത്തിൽ ക്യാൻസർ, ആസ്മ, ഹാർട്ട് രോഗികളൊക്കെ നെഞ്ചെ കൈവച്ചുകൊള്ളുക. മൈഗ്രെയിൻ, തലയ്ക്കാത്തവനൊക്കെ തലയിൽ കൈവയ്ക്കുക. നടുവിന് പ്രയാസം നടുവെ കൈവയ്ക്കുക. വലത് ഇടത് ചെവിക്ക് കേൾവിയില്ല, ആ ചെവികൾ മൂടിപ്പിടിച്ചുള്ള, കേൾവില്ലാത്ത ചെവികൾ മൂടിപ്പിടിക്കുക. ഇനി കാൽമുട്ടിൽ തേയ്മാനം, മുട്ടുമാറ്റി വെക്കണം. സാധിക്കുന്നവർ കുനിഞ്ഞ കാൽമുട്ടൽ എന്ന് കൈവച്ചുകൊള്ളുക. യേശു നിങ്ങളുടെ രോഗമുള്ള ഭാഗങ്ങളിൽ കൈവയ്ക്കും. നിങ്ങളുടെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം കർത്താവിന് കൊടുത്തുകൊള്ളുക. ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം കൈവയ്ക്കുക. ഇനി നിങ്ങൾ ശക്തമായിട്ട് യേശു നാമത്തെ വിളിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ യേശുവേ
ഹല്ലേലൂയ 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 ശക്തി ശക്തമായി സ്തുതിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നടുവ് നട്ടല് ബലം പ്രാപിക്കട്ടെ, കഴുത്ത് ബലം പ്രാപിക്കട്ടെ, ക്യാൻസർ വിട്ടുമാറട്ടെ, ട്യൂമർ വിട്ടുമാറട്ടെ, മാനസിക സൗഖ്യമാവട്ടെ, അലർജി അൾസർ വിട്ടുമാറട്ടെ, ഗർഭപാത്രങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഗർഭപാത്രങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കൾ പിറക്കട്ടെ, മൈഗ്രെയിൻ വിട്ടുമാറട്ടെ, കടലി വേദന വിട്ടുമാറട്ടെ, തൊണ്ടയിലെ മുഴ വറ്റിപ്പോവട്ടെ, ഗർഭപാത്ര മുഴകൾ വറ്റിപ്പോവട്ടെ, തളർന്ന കാലുകൾ ശക്തി പ്രാപിക്കട്ടെ. കാര്യമടിച്ചു കർത്താവിനെ സ്തുതിക്കട്ടെ. കാലം ഉയർത്തിയടിച്ചേ, ശക്തമായി സ്തുതിച്ചു കരമടിച്ചേ. യേശുവേ 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 രോഗങ്ങൾ വിട്ടുമാറട്ടെ, കൈകൾ വിട്ടുമാറട്ടെ, കൈകൾ ബലം പ്രാപിക്കട്ടെ, കാലുകൾ ശക്തി പ്രാപിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഈശോയുടെ മുൻപിൽ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ സമർപ്പിച്ചോ ഉറച്ചു വിശ്വസിച്ചുള്ള ആ ശതാധിപൻ വിശ്വസിച്ചു പോയി. അവൻ പറഞ്ഞ വചനം വിശ്വസിച്ചു പോയി. നീ പൊയ്ക്കൊള്ളുക, നിന്റെ കുഞ്ഞ് ജീവിക്കും. നിങ്ങൾ ഇന്ന് ഈശോയുടെ തിരുമുമ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ സമർപ്പിച്ചോ അവയിൽ ഈശോ ഇടപെട്ട് കഴിഞ്ഞു, ഈശോ അനുഗ്രഹിച്ച് കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നവർ ഒന്ന് കരമെടുത്ത് കാണിച്ച്. ഞാൻ പറഞ്ഞത് കർത്താവ് അനുഗ്രഹിച്ച് കഴിഞ്ഞു. ഞാൻ ചോദിച്ച കൈ ഒന്ന് വീശി കാണിച്ചേ. വിശ്വാസത്തോടെ ഭവനത്തിലേക്ക് മടങ്ങിക്കൊള്ളുക. അത്ഭുതങ്ങൾ നടന്നു കഴിഞ്ഞു. ഒരിക്കൽ കൂടി കരമടിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് രണ്ട് കരങ്ങളും എത്തിപ്പിടിക്കാം. ഈ മധ്യസ്ഥ പ്രാർത്ഥന അനേകം മക്കൾ സമർപ്പിച്ചതാണ്. കർത്താവ് ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഒന്ന് തൊടുവാൻ കർത്താവ് അനുഗ്രഹിക്കാൻ വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റെടുക്കണമേ. ഈ വിഷയങ്ങളിൽ കർത്താവ് ഇടപെടണമേ. ദിവ്യ കാരുണ്യത്തിന് ശക്തി ഒഴുകട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ അനുഗ്രഹിക്കണമേ. കർത്താവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ കരുണയോടെ സ്പർശിക്കണമേ. ഹല്ലേലൂയ. വലിയ അനുഗ്രഹമാണ് ഇന്ന് ഞങ്ങളുടെ മേൽ കർത്താവ് ചൊരിഞ്ഞത്. സൗഖ്യം, വലിയ വിടുതൽ, അനേക കുടുംബങ്ങളെ കർത്താവ് ഇന്ന് അനുഗ്രഹിച്ചു കഴിഞ്ഞു. ഇത് കർത്താവിൻ്റെ കരുണയാണ്, കർത്താവിൻ്റെ സ്നേഹമാണ്. ആശീർവാദ സമയത്ത് രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിപ്പ് ഉയരട്ടെ. ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ
യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ ഇരുകരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുമ്പോ യേശുവേ കർത്താവേ, നിന്റെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് ഈ മക്കളെ ഓരോരുത്തരും ഞാനിതാ ഭരമേൽപ്പിക്കുന്നു. നിന്റെ തിരുമുമ്പാകെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥനകൾ ഉയർത്തിയ മക്കളുടെ മേൽ നിന്റെ കൃപയുടെ കരം നീട്ടണമേ കർത്താവേ. നിന്റെ അദൃശ്യമായ ശക്തിയുടെ കരം ഈ മക്കളിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ദൈവിക കരസ്പർശനത്താൽ ഇവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അദൃശ്യമായ ശക്തി ഈ മക്കളിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശുദ്ധ കുർബാനയിൽ കുടികൊള്ളുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവ്യ ചൈതന്യമേ സമൂഹത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മക്കളിലേക്ക് ഓടിയെടുത്ത എല്ലാ മക്കളെയും സംതൃപ്തരാക്കി പറഞ്ഞയച്ചതുപോലെ ഈ മക്കളെ ഓരോരുത്തരെയും നീ സംതൃപ്തിയോടുകൂടി പറഞ്ഞയക്കണമേ കർത്താവേ. അവർ തിരിച്ചു പോകുന്ന വഴികളിൽ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അനുഗ്രഹങ്ങൾ അനുഭവിക്കട്ടെ. നിന്റെ നാമത്തെ സ്തുതിക്കുവാൻ അവർക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മഹത്വത്തിന്റെ ശക്തി ഈ മക്കളിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ശക്തി ഇവരിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കൃപയുടെ കരം ഇവർക്ക് കാവലായി തീരട്ടെ. ഇവിടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാവരും ഒരു നിമിഷം ആത്മാവ് വലതുകരം മാത്രം ഉയർത്തി ഇടതുകരം നെഞ്ചിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കുക. നിങ്ങൾ വസിക്കുന്ന ഭവനങ്ങളെയും അതിൻ്റെ എല്ലാ മുറികളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിച്ച് അനുഗ്രഹിക്കുക. യേശുവേ, നിന്റെ നാമത്തിൽ ഇതായി മക്കൾ വലതുകരം ഉയർത്തിയിരിക്കുന്നു. ഈ നിമിഷം അങ്ങയുടെ ശക്തി ഇവരുടെ കരങ്ങളിലൂടെ ഇവരുടെ ഭവനങ്ങളിൽ പ്രവേശിക്കട്ടെ. ആ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ദുഷ്ടതകളും അവസാനിക്കട്ടെ. തിന്മയുടെ ശക്തികൾ വിട്ടുപോകട്ടെ. ആ ഭവനങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. അങ്ങയുടെ കൃപയുടെ ദൂതന്മാർ കാവലായി തീരട്ടെ. സമാധാനത്തിന്റെ ദൂതന്മാർ ആ ഭവനത്തിൽ പ്രവേശിച്ച് ആ ഭവനത്തെ അനുഗ്രഹിക്കുകയും കൃപയിൽ കാത്തു സൂക്ഷിക്കുകയും ചെയ്യട്ടെ. എല്ലാ ഭിന്നതകളും അസ്വസ്ഥകളും അശുദ്ധിയും ആ ഭവനങ്ങളെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധമായ രക്തത്തിന്റെ ശക്തിയാൽ ആ ഭവനങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങളുടെ ആത്മാവിനാൽ ആ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ. യേശുവേ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവേ, വിദൂരങ്ങളിലായിരിക്കുന്ന എല്ലാ രോഗികളുടെ മേലും ശക്തി വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും വലതുകരമുയർത്തി യേശു നാമത്തിൽ വിദൂരങ്ങളിലായിരിക്കുന്ന എല്ലാ രോഗികളെയും സ്പർശിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ശക്തി പ്രവർത്തിക്കട്ടെ. കർത്താവേ, ഇവരുടെ കരങ്ങളിലൂടെ ശക്തി പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിദൂരങ്ങളിലായിരിക്കുന്നവർ പ്രാർത്ഥിക്കുന്ന രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ശക്തി പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. നന്ദി പറയുന്നു കർത്താവേ. നന്ദി പറയുന്നു കർത്താവേ. നന്ദി പറയുന്നു.